വെറും പച്ചവെള്ളം ഉപയോഗിച്ച് കാർ ഓടിക്കാൻ പറ്റുമോ? പറ്റും. 1980കളിൽ സ്റ്റാൻലി മേയർ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ടെസ്ല പോലുള്ള കമ്പനികൾ കൊണ്ടുവരുന്ന ഇലക്ട്രിക് വെഹിക്കിൾ 1900കളിൽ ഏകദേശം 120 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്നു. അന്ന് 3 കാറിൽ 1 ഇലക്ട്രിക് വെഹിക്കിൾ ആയിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? വെൽക്കം ടു 99 ഡേയ്സ് മണി ബിസിനസ് ചാലഞ്ച്. 1881 ഗാസ്റ്റോ എന്ന് പറയുന്ന വ്യക്തി പാരീസിലെ സ്ട്രീറ്റിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവരുന്നു. കുതിരയില്ലാതെ ഓടുന്ന വണ്ടി പെട്ടെന്ന് പോപ്പുലറായി. പക്ഷെ ഗവൺമെന്റും ഓയിൽ ഇൻഡസ്ട്രിയിലെ കുത്തക മുതലാളിമാരും വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഗ്യാസ് സ്ലോ ലൈൻ ടെക്നോളജി കനത്ത തിരിച്ചടി അവിടെ പ്രോഫിറ്റിനെ കുത്തനെ കുറച്ചു. അതുകൊണ്ട് ഗവൺമെന്റ് ഇവർക്കെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. യാതൊരു ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടും നൽകിയില്ല. തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു. അങ്ങനെ 15 വർഷം കൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിൽ നിന്ന് ഇല്ലാതെയായി. 1980കളിൽ വെള്ളം ഉപയോഗിച്ച് ഓടിക്കുന്ന കാർ കണ്ടുപിടിച്ചു. വാട്ടർ ഫ്യൂവൽ സെല്ല് വെള്ളത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റി. റെവല്യൂഷൻ സൃഷ്ടിക്കുന്ന കണ്ടുപിടുത്തം. പക്ഷെ നേരത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ഒതുക്കിയ പോലെ അദ്ദേഹത്തെയും ഒതുക്കി. മറ്റുള്ളവർ മാറ്റങ്ങൾ എതിർക്കുമ്പോൾ നോക്കുക അവരുടെ ഉദ്ദേശം എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ ബിസിനസ് അപ്ഡേറ്റ്സിന് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.